മണ്ണിടിച്ചിൽ ദുരന്തബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ സന്ദർശിക്കും. ഉച്ചയ്ക്ക് 1 മണിയോടെ മുഖ്യമന്ത്രി ദുരന്തബാധിത മേഖലയിലെത്തും. ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തിയ മന്ത്രിമാരായ എ.പി. അനിൽകുമാറും ടി സിദ്ദിഖും അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിർമ്മാണ കമ്പനി നൽകിയ കണക്ക് പ്രകാരം 5 പേരെ ഇനി കണ്ടെത്താനുണ്ടെന്ന് എ.പി. അനിൽകുമാർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ അവർ തന്നിട്ടുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് 5 പേര് ഇപ്പോഴും മിസ്സിംഗ് ആണ്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം, അതുപോലെ തന്നെ റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. അപ്പോൾ അത് നമുക്ക് ശരിയാക്കി എടുക്കണം. വളരെ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ നാളത്തെ വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർത്തീകരിക്കണം എന്നുള്ള മിസ്സിംഗ് ആയ 5 ആളുകളെ തന്നെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന ആഗ്രഹത്തിലാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത്. രാത്രി വൈകിയും ദുരന്തഭൂമിയിൽ തെരച്ചിൽ തുടരുകയാണ്. സരീഷ് പി കെയുണ്ട് വിശദാംശങ്ങളുമായി. സരീഷ്, ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുകയാണോ? അവിടെ കാലാവസ്ഥ ഏത് രീതിയിലാണ്? മഴയുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? കാലാവസ്ഥ പ്രതികൂലമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു അനുകൂല സ്ഥിതിയല്ല ഇപ്പോഴുള്ളത്. പക്ഷേ ഇപ്പോഴും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ എനിക്ക് പുറകിൽ, അതായത് ഈ പാലത്തിന് പുറകിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ NDRF സംഘങ്ങളൊക്കെ മടങ്ങുന്ന സാഹചര്യമാണ്. നിലവിൽ മണ്ണ് മാറ്റിയുള്ള പരിശോധന മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ റോഡിന് നേരെ കാണുന്ന ഇപ്പോഴുള്ള JCB മണ്ണ് മാറ്റുന്ന ആ സ്ഥലത്ത് നേരത്തെ ഡോഗ് സ്ക്വാഡ് 2 പോയിന്റുകൾ മാർക്ക് ചെയ്ത് നൽകിയിരുന്നു. അവിടെ ഏതെങ്കിലും രീതിയിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് 2 പോയിന്റുകൾ മാർക്ക് ചെയ്തിരുന്നു. ആ ഭാഗത്ത് അല്പം കൂടി കുഴിച്ചുള്ള പരിശോധന ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് 2 ഇറ്റാച്ചികൾ, അല്ലെങ്കിൽ ഒരു ഇറ്റാച്ചിയും ഒരു ഭൂമും ഉപയോഗിച്ച് മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. അത് ആ യാത്ര സുഗമമാക്കുക എന്നതിന്റെ ഭാഗമായി റോഡിലെ മണ്ണ് ഒരു വശത്തേക്ക് 2 വശങ്ങളിലായി നീക്കുന്ന പ്രവർത്തനമാണ് മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മണ്ണ് നീക്കുമ്പോൾ തന്നെ കൃത്യമായി ഈ ഒരു തരത്തിലും മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരാവശേഷങ്ങളോ ഇല്ല എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് കൂടി എത്തുന്നുണ്ട്. എന്തായാലും ഈ വൈകിയും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പ്രതികൂലാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഈ പരിശോധന അവസാനിപ്പിക്കും. കാരണം ഏറെ നേരം ഈ സമാനമായ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതായിരുന്നു. കാരണം ഇതിനു മുന്നിൽ നമുക്ക് കാണാം വളരെ ഇരുട് മൂടിയ സാഹചര്യമാണ്. ഇതിന് പിന്നിലാണ് ആ മലയിൽ ആ മണ്ണിടിച്ചിൽ ഉണ്ടായത്. അപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ മഴ കൂടുകയും അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്താൽ അത് തിരിച്ചറിയാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. അവിടെ നിന്ന് മണ്ണ് നേരെ ഈ ആളുകളിലേക്കും ആളുകളുടെ മുകളിലേക്കും വരുന്ന സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഏറെ വൈകിയുള്ള ഈ രക്ഷാപ്രവർത്തനം വേണ്ട എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. പക്ഷേ മന്ത്രിമാരെത്തുന്നു. അതിനുശേഷം ഇന്ന് തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തണം. കാരണം ഈ മണ്ണിനടിയിൽ 5 ജീവനുകളാണ് ഉള്ളത്. അപ്പോൾ ആ 5 ജീവനുകൾ വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനമെടുക്കുകയായിരുന്നു. ആദ്യം രാത്രി ഏതെങ്കിലും രീതിയിൽ പ്രതികൂലാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നിർത്താം എന്നായിരുന്നു. പക്ഷേ ഇപ്പോഴും NDRF സംഘം സജീവമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഭാഗത്ത് ഈ ഇറ്റാച്ചി ഉപയോഗിച്ച് JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിയുള്ള പരിശോധന അതും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും നിലവിൽ 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. 3 മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിക്കുന്നു. ആ 3 മൃതദേഹങ്ങളും തിരിച്ചറിയുകയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ എംബാം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ചില സംശയങ്ങൾ നിൽക്കുന്നുണ്ട്. കാരണം ഈ രക്ഷാപ്രവർത്തകരും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഏതാണ്ട് 5 മൃതദേഹങ്ങൾ ഈ പല ഭാഗങ്ങളിൽ നിന്നായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണ്. പക്ഷേ അപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സരീഷ് പി കെയാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.